വെൽക്കം ടു മൂവി ബ്രാൻഡ്. നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ പൊട്ടിച്ചിരിപ്പിക്കുകയും ക്യാരക്ടർ റോളുകളിലൂടെ വിസ്മയിപ്പിക്കുകയും ചെയ്ത നടനാണ് ദിലീപ്. കലാഭവനിലൂടെ കലാജീവിതം ആരംഭിച്ച ദിലീപ് മിമിക്രി രംഗത്ത് നിന്നുമാണ് സിനിമയിലേക്ക് എത്തുന്നത്. നിരവധി കഥാപാത്രങ്ങളെ അവിസ്മരണീയമാക്കിയ നടൻ നടി ആക്രമിക്കപ്പെട്ട കേസിൽപ്പെട്ടതോടെയാണ് സിനിമയിൽ നിന്നും ഇടവേളകൾ എടുക്കുന്നത്. പിന്നീട് ശക്തമായൊരു തിരിച്ചുവരവിനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. തന്റെ ആത്മാർത്ഥ സുഹൃത്തും സംവിധായകനും നടനുമായ നാദിർഷയുടെ കേശു ഈ വീടിന്റെ നാഥൻ എന്ന ചിത്രത്തിലൂടെയാണ് ദിലീപ് തിരിച്ചുവരവിനൊരുങ്ങിയത്. നാളുകൾക്ക് ശേഷം ദിലീപ് തിരിച്ചെത്തുന്ന ചിത്രമെന്ന നിലയിലും നാദിർഷയുടെ സംവിധാന ചിത്രമെന്ന നിലയിലും കേശു ഈ വീടിന്റെ നാഥൻ ശ്രദ്ധിക്കപ്പെട്ടിരുന്നുവെങ്കിലും കാര്യമായ കളക്ഷൻ നേടാൻ ചിത്രത്തിനായില്ല. പിന്നീട് ഇറങ്ങിയ ഓരോ ചിത്രങ്ങളും പ്രതീക്ഷിച്ച അത്ര വിജയം കൈവരിക്കാതെയാണ് മടങ്ങിയത്. മാത്രമല്ല മനഃപൂർവ്വമായ ഡീഗ്രേഡിംഗ് നടക്കുന്നതായുള്ള ആരോപണവും വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ നൽകിയൊരു അഭിമുഖത്തിൽ തന്റെ ചിത്രങ്ങൾക്ക് നേരെ ഇപ്പോൾ മാത്രമല്ല നേരത്തെ തന്നെ ആക്രമണങ്ങൾ പതിവായിരുന്നുവെന്നാണ് നടൻ പറയുന്നത്. ഇപ്പോൾ സിനിമ ഇറങ്ങുമ്പോഴും തനിക്കെതിരെ എന്തിനാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നതെന്നും വായിൽ തോന്നുന്നത് പറയുന്നതെന്നും ദിലീപ് പറയുന്നു. ഇന്ത്യയിൽ തന്നെ അടുത്ത കാലത്ത് ഒരു നടനും ഇതുപോലെ ഒരു ട്രോഫി കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് ദിലീപ് പറഞ്ഞത്. ഞാൻ ആക്രമണങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 11 വർഷത്തോളമായി. മായാമോഹിനി കഴിഞ്ഞ ശേഷമാണ് പതുക്കെ പതുക്കെ ഇതിന്റെ നിറം മാറാൻ തുടങ്ങുന്നത്. 2012 മുതലൊക്കെ ഈ അറ്റാക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് പല രൂപത്തിൽ അതിന്റെ തീവ്രത കൂടുക എന്ന് പറയുന്ന അവസ്ഥയിലെത്തി. പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ വഴിക്ക് പോവുകയാണ്. നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ കലാകാരൻ എന്ന രീതിയിൽ കാണുന്ന ആളുകളെല്ലാം സിനിമ കാണാൻ വരുന്നുണ്ട്. പക്ഷെ അന്ന് വന്ന അറ്റാക്കുകളൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല. കാരണം എന്റെ ഓഡിയൻസ് അതൊന്നും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ആളുകളല്ല. അവരെല്ലാം ചാനലുകളിലൂടെ എന്നെ കാണുന്നവരാണ്. ഇപ്പോൾ ഈ സിനിമ ഇറങ്ങുന്ന സമയത്തും എന്തിനാണ് വായിൽ തോന്നുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നും. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് സിനിമ കണ്ടിട്ട് വന്ന കുറച്ച് പോസിറ്റീവ് റിവ്യൂ കണ്ടു. അത് കണ്ടപ്പോൾ ഇവിടെ അതുപോലെ ഒരു മര്യാദ ഇവിടുന്ന് കിട്ടുന്നില്ലല്ലോ എന്ന് തോന്നും. ഇന്ത്യയിൽ അടുത്ത കാലത്ത് ഒരു നടനും ഇതുപോലെ ഒരു ട്രോഫി കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മളിൽ ഒരു സത്യമുണ്ട്, അതിന്റെ ഫൈറ്റാണ് നമ്മൾ എങ്ങനെയെങ്കിലും കരയണേ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നും ദിലീപ് പറഞ്ഞു. എന്തിനാണ് എന്നോട് ഇത്ര ശത്രുത എന്നെനിക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് ദിലീപ് പറയുന്നത്. മനസ്സാ വാച അറിയാത്ത കാര്യത്തിന് വേണ്ടി 7 കൊല്ലമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് തീർക്കാൻ പലർക്കും താല്പര്യമില്ലെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് പറയാനാണ്? നമുക്കൊന്നും പറയാനും പറ്റില്ല. കാരണം ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകളെ വിശ്വസിച്ചും അനുസരിച്ചും വേണം നമ്മൾ പോകാൻ. നമ്മുടെ സമയദോഷം. ഞാനൊരു കലാകാരനാണ്. 100% ആത്മാർത്ഥതയോടെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സിനിമയെ മാത്രം ഫോക്കസ് ചെയ്തേ ഞാൻ പോയിട്ടുള്ളൂ. ഇതിന് പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല. അതാണ് സംഭവിച്ചത്. ഞാൻ ഇൻഡസ്ട്രിയിലുള്ളവരിൽ ഇത്രയും പ്രശ്നം ആർക്കാണെന്ന് ദിലീപ് ചോദിക്കുന്നു. ഒരു അസ്ത്രം എടുത്ത് തൊടുത്തു വിടുമ്പോൾ അതിന് പിറകിലൊരു ആളുണ്ടാവുമല്ലോ. പറഞ്ഞു വന്നാൽ വേറൊരു വഴിക്ക് പോകും. ഉപാധികളോടെയുള്ള ജാമ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നും ദിലീപ് പറയുന്നു.